KPCC അധ്യക്ഷ ചുമതല ബെന്നി ബെഹനാന് ലഭിച്ചേക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സണ്ണി ജോസഫ് പേരാവൂരിൽ സ്ഥാനാർത്ഥിയാകുന്ന സാഹചര്യത്തിലാണ് നീക്കം. ബെന്നി ബെഹനാൻ, കൊടിക്കുന്നിൽ സുരേഷ് എന്നിവർ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടിരുന്നതാണ്. ബെന്നി ബെഹനാന് ചുമതല നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഇന്ന് തന്നെ തീരുമാനമുണ്ടാകാനാണ് സാധ്യത. പേരാവൂർ മണ്ഡലത്തിൽ കോൺഗ്രസ് കളത്തിലിറക്കുന്നത് സണ്ണി ജോസഫിനെയാണ്. എതിരാളിയാവട്ടെ KK ശൈലജയും. അതേസമയം കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ 21 ദിവസം മാത്രം ബാക്കി നിൽക്കെ കഴിഞ്ഞ ദിവസം കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു. ആകെ 55 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കണ്ണൂരും കോന്നിയും ഒഴിച്ചിട്ടാണ് ആദ്യ പട്ടിക പ്രഖ്യാപിച്ചിരിക്കുന്നത്. എൽദോസ് കുന്നപ്പള്ളിയുടെ പേര് ആദ്യ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ല. ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് പിന്നാലെ കോൺഗ്രസിൽ അമർഷം പുകയുന്നു. മാധ്യമങ്ങളെ കാണാൻ ഒരുങ്ങുന്ന സുധാകരനെ പിന്തിരിപ്പിക്കാനാണ് നേതാക്കളുടെ ശ്രമം. കൊച്ചിയിൽ മുഹമ്മദ് ഷിയാസിനായി ശക്തമായി വാദിക്കുകയാണ് VD സതീശൻ. ദീപ്തി മേരി വർഗീസിനായി KC വേണുഗോപാലും വാദിക്കുന്നുണ്ട്. നെടുമങ്ങാട് മീനാങ്കൽ കുമാറിനെ പരിഗണിക്കുന്നതിൽ നേതാക്കൾ എതിർപ്പ് പ്രകടിപ്പിച്ചു. അതേസമയം അരുവിക്കര ആവശ്യപ്പെടുകയാണ് ശിവകുമാറും ശബരിനാഥനും. അവശേഷിക്കുന്ന 37 സീറ്റുകളിലും ഇന്ന് തന്നെ പ്രഖ്യാപനം നടക്കും. രാത്രി മുഴുവൻ ദില്ലിയിൽ മാരത്തോൺ ചർച്ചകൾ നടന്നു. CPM-ൽ കലാപക്കൊടി ഉയർത്തി പുറത്തുവന്ന മുൻ MLA PK ശശി ഒറ്റപ്പാലം നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയെന്ന് ഉറപ്പാകുന്നു. ശശിയെ UDF സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടി വ്യാപക പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. ഒറ്റപ്പാലത്തെ ബ്ലോക്ക് കോൺഗ്രസ് ആസ്ഥാനത്താണ് ഔദ്യോഗിക പ്രഖ്യാപനത്തിന് മുമ്പേ ശശിയുടെ പ്രചരണ ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ഒറ്റപ്പാലം നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി PK ശശിയെ വിജയിപ്പിക്കുക എന്നാണ് പോസ്റ്ററുകളിലെ അഭ്യർത്ഥന. PK ശശി സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകുമെന്നും UDF പിന്തുണയ്ക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഇസ്രയേൽ ആക്രമണത്തിൽ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ മേധാവി അലി ലാരിജാനി കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ച ഇറാൻ. ഇന്നലെ പുലർച്ചെ ടെഹ്റാനിലേക്ക് ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിലാണ് ലാരിജാനി കൊല്ലപ്പെട്ടത്. ലാരിജാനിയെ വധിച്ചെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കട്സ് ഇന്നലെ പ്രസ്താവിച്ചിരുന്നു. അർദ്ധസൈനിക വിഭാഗമായ ബാസിജ് ഫോഴ്സിന്റെ കമാൻഡർ ഗുലാം റസ സുലൈമാനിയും ഇന്നലത്തെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. അലി ലാരിജാനിയുടെ പിൻഗാമിയായി മെഹസിൻ റസായിയെ നിയമിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇറാന്റെ പുതിയ പരമോന്നത നേതാവ് മുജ്തബ കമനിയുടെ മുതിർന്ന സൈനിക ഉപദേശകനാണ് റസായി. ഇറാനിലെ ബുഷൈഹർ ആണവ നിലയത്തിന് നേരെയായിരുന്നു ആക്രമണം. ഇലക്ട്രിക് സ്കൂട്ടർ നിയന്ത്രണം വിട്ട അപകടത്തിൽ 3 MBBS വിദ്യാർത്ഥികൾക്ക് ദാരുണാന്ത്യം. കുറുവങ്ങാടാണ് അപകടമുണ്ടായത്. ഇലക്ട്രിക് സ്കൂട്ടർ നിയന്ത്രണം വിട്ട പോസ്റ്റിലിടിച്ച് ഓടയിലേക്ക് മറിയുകയായിരുന്നു. നന്ദകിഷോർ, അഭിയാൻ, അഭിനവ് എന്നിവരാണ് മരിച്ചത്. മൂവരും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിക്കുകയായിരുന്നു. മലബാർ മെഡിക്കൽ കോളേജിലെ MBBS വിദ്യാർത്ഥികളാണ്. പുലർച്ചെ 2:30-ഓടെയാണ് അപകടമുണ്ടായത്. മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി.